ദേശീയപാത നവീകരണത്തെ തുടർന്ന് വെള്ളക്കെട്ടിലായി നിർധന കുടുംബം. വയോധികയടങ്ങുന്ന 5 അംഗ കുടുംബമാണ് ദുരിതം പേറുന്നത്. ആലത്തൂർ ദേശീയപാതയിൽ വാനൂരിലാണ് സംഭവം. ദേശീയപാത മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇവരുടെ സ്ഥലം ഏറ്റെടുത്തെങ്കിലും ബാക്കിയുള്ള വീട് വെള്ളത്തിലായി. മഴവെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ദുരിതം പേറിയാണ് ലോട്ടറി വിൽപ്പനക്കാരനായ ഇസ്മയിലും കുടുംബവും കഴിയുന്നത്. 82 വയസ്സുകാരിയായ ഉമ്മ ഹാജുറയും ഇസ്മയിലും ഭാര്യ മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ എത്തി. ഞങ്ങൾ ഇവിടുന്ന് രാത്രി 1 മണിക്കാണ് അവിടെ തോട് കവിഞ്ഞുമായി. അവിടെ തോട് കവിഞ്ഞ് ഞങ്ങൾ ചോറുണ്ട് കിടക്കാൻ പോണു. ഓരോരുത്തർ വിളിച്ച് പറയണം അതിന് ഞങ്ങളെ കൊണ്ട് വെള്ളം നിങ്ങൾ മാറിക്കോളില്ല. ഞങ്ങൾ ഒന്നും എടുത്തില്ല. എന്താ ആടുണ്ടാകുന്ന അറിഞ്ഞും കൊണ്ട് ഞങ്ങൾ ആ രാത്രി 12 മണിക്ക് കിടന്ന്. പരമ്പരാഗതമായുള്ള 57 സെന്റ് സ്ഥലത്തുനിന്ന് 15.5 സെന്റ് സ്ഥലം ദേശീയപാതയ്ക്കു വേണ്ടി സർക്കാർ ഏറ്റെടുത്തിരുന്നു. തുടർന്നാണ് ബാക്കിയുള്ള സ്ഥലത്ത് ഇവർ വീട് നിർമ്മിച്ചത്. അതാണ് ഇപ്പോൾ വെള്ളക്കെട്ടിലായത്. നവീകരണ സമയത്ത് 15 മിനിറ്റ് കൊണ്ട് ചെയ്താൽ തീരാവുന്നതാണ് ഇപ്പോൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ജില്ലാ കളക്ടറോട് ഇസ്മയിൽ ആവശ്യപ്പെട്ടു. ഈ വെള്ളം കയറുമ്പോൾ തൽക്കാലം ഒരു റോഡ് ഇട്ടാൽ അതിന് കുറച്ച് വെള്ളം തമ്മിൽ പോകുമല്ലോ. കാരണം അത് ക്ഷമിച്ചെന്നു ഇരിക്കുന്നത്. ഈ സാറ് തിരുവനന്തപുരത്തുള്ളുമ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു. അപ്പുറത്ത് താൽക്കാലികമായിട്ട് ആ പഴയ ഓവിലെ ചളി നീക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാ പറഞ്ഞു. പിന്നെ കളക്ടർ തഹസിൽദാരോട് റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. 2013 ഹൈവേ ആദ്യം വികസിപ്പിച്ചത്, 4 ലൈൻ ആക്കിയത്. അവിടെ നിങ്ങളുടെ വെള്ളക്കെട്ടാണ്. അത് പൂർണ്ണമായത് 2018 വാനൂർ റോഡ് ആലത്തൂർ ടൗണിൽ നിന്ന് വാനൂർ റോഡിലേക്ക് വരുന്ന റോഡും പൊട്ടി ഉയർത്തി. അതോടുകൂടി ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി മാത്രമല്ല ഇവിടെ ഇത്തപ്പം വെള്ളം വരുന്നില്ല. ഹൈവേ ക്രോസ് ചെയ്തിട്ടാണ് വെള്ളം ഇവിടെ പോയത്. ഇപ്പോൾ നടക്കുന്ന പണി ഡ്രൈനേജും ഈ സർവീസ് റോഡിൻ്റെ പണി 15 വർഷങ്ങൾക്ക് മുൻപ് നടക്കേണ്ട പണിയാണ്. ഇത്രയും വൈകിച്ചിട്ട് വികസനത്തിൻ്റെ പേരിൽ ചെയ്യുന്നത്. തുടർന്ന് ആലത്തൂർ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. 2 ദിവസത്തിനകം പരിഹാരം കാണാമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകി. UTV ന്യൂസ്, പാലക്കാട്.